മതക്കാരാവട്ടെ മതമില്ലാത്തവരാവട്ടെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഈ സൗഹാർദ്ദവും ഇതൊക്കെ നിലനിൽപ്പിക്കാൻ നോക്കുക. നമ്മുടെ പ്രശ്നങ്ങളാണ് ഇക്കാരുണ്ടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ നിലക്കുള്ളതായ സഹനത്തിനും എല്ലാ നിലക്കുള്ള സൗഹാർദ്ദത്തിനൊക്കെ ഏതെല്ലാം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുണ്ടോ അതൊക്കെ അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ പേര്. അങ്ങനെയുള്ളൂ. എല്ലാവരും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരു ജൂതൻ എന്താ ചെയ്തത്? എന്ത് ജൂതന്മാരെ നമ്മൾ ചെയ്യണെന്താ? ഒരു വൃദ്ധനായ ജൂതൻ അദ്ദേഹത്തിലേക്ക് എണീക്കാൻ വയ്യ. അയാളോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആയിട്ട് ശരീരം മെലിഞ്ഞിട്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേ മൂപ്പര് പറഞ്ഞു, ഈ ജൂതൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് മുസ്ലിമീങ്ങളെ പൊതു സ്വത്താണത്, അതിൽ നിന്ന് ഇവർക്കൊരു ശമ്പളം പാസ്സാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മരിക്കുന്നത് വരെ ആ ശമ്പളം കൊടുക്കാമെന്നാണ് ഉമർ ഇബ്നു ഖത്താബ്. ഇതാണ് ഇസ്ലാമിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിന് കുതിര കയറുന്നതായ ഒരു വിഭാഗമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും സന്നദ്ധമായത് അക്രമം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു അക്രമി ആക്രമിക്കാൻ വേണ്ടി വന്നാലും അവനെ ആക്രമിക്കാതെ തിരിച്ചു പോകാൻ നിൽക്കുന്ന സ്വഭാവങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ കൂടി നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.